പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് വീണ്ടും റോസ് ഫാമിലിയോടൊപ്പം നിങ്ങളെല്ലാവരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷത്തിൽ ആയിരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരം വളരെ ആഗ്രഹത്തോടെ വാഞ്ചയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകാൽ എന്നെ മീറ്റിങ്ങിന് ക്ഷണിച്ച ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ റോസ്ലിൻ സിസ്റ്ററിനുള്ള നന്ദിയും ഇതിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. കടന്നു പങ്കെടുക്കുന്ന ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കാൻ പോകുന്ന എല്ലാവരെയും വീണ്ടും വരുന്നവനായ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിന് അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രികാലം ദൈവത്തിലും ഈ വൈകുന്നേര സമയത്ത് ദൈവത്തിന് പാദപ്പെടുത്തുന്ന ഒരു നിമിഷമായിരിക്കാം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. ദൈവത്തിന് സന്നിധിയും സമർപ്പിച്ചോട്ടെ. മാനുഷികമായ വാക്കുകൾക്കപ്പുറം ആ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ ഒരു നിമിഷം ആമേ ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ ഹാലലൂയ. ദൈവം നടത്തിയ എല്ലാ വഴികളെയും ഓർക്കാം. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സൂചിച്ചാട്ടെ. ഹാലലൂയ. സംഘടനകാരം വിളിച്ചു പറയുന്നു, സകലഭൂവാസികളുമായുള്ളവരെ ഹോവയ്ക്കാർക്കുന്നു. ആമേൻ. ഹാലലൂയ. അങ്ങനെയെങ്കിൽ സർവഭൂവാസികളുമായ ദൈവത്തിൻ്റെ പൈതലായ എല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തെ നമുക്ക് ആമേൻ മഹത്വപ്പെടുത്താം. ഹാലലൂയ, ഹാലലൂയ. വചനം പറയുന്നു, എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. അവൻ ഹാലലൂയ. യേശു ഒരിക്കൽ അവൻ പരീക്ഷന്മാർ ശ്രദ്ധിക്കുന്നവർ വിളിച്ചു പറഞ്ഞു, അവൻ ഹാലലൂയ. അവൻ നിങ്ങൾ ശിഷ്യന്മാരെ മിണ്ടാതിരിക്കാൻ നിങ്ങൾ പറയും. അമേൻ. അവർ മിണ്ടാതിരുന്നാലും അവൻ ഹാലലൂയ ഈ കല്ലുകൾ ആർക്കും. അങ്ങനെയെങ്കിൽ അമ്മ ആരാധനയ്ക്ക് സ്തുതിക്ക് യോഗ്യനായ ദൈവം, അവൻ സകല പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഒരു നിമിഷം ദൈവത്തിന് നന്ദി മാത്രം പറയാമോ? ഹാലലൂയ. നന്ദി പറയാമോ? ദൈവം നടത്തി വഴികളെ ഓർത്ത് ദൈവത്തിൻ്റെ കൃപ കരുതലിൻ്റെ ദൈവിക സാന്നിധ്യത്തിലേക്ക് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹാലലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നോടൊപ്പം ചേർന്ന് പാടാമോ? എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എത്ര പേർ അവൻ അതിനെ അവൻ തിരിച്ചറിഞ്ഞു പറഞ്ഞു? എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. അമേ സംഘത്തിൻ്റെ കരം 136 ആരംഭിക്കുന്നുള്ള അവസാനം വരെ അമേ സംഘത്തിൻ്റെ കരങ്ങൾ വിളിച്ചു പറയുന്നു, ഹാലലൂയ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ നയിക്കുന്നുള്ളത്. പാട്ടുകാരൻ പറഞ്ഞു, അവൻ ഹല്ലേലൂയ. യേശു എന്ന് നല്ലവൻ, ഇന്നലെയും ഇന്നും അവൻ എന്നുവൻ. ഹല്ലേലൂയ. യേശു നല്ലവൻ. ഹല്ലേലൂയ. നരയ്ക്കോളം ചുമക്കാവെന്ന് വിളിച്ചത് വാർദ്ധക്യത്തിൽ അവൻ ഹല്ലേലൂയ, വാർദ്ധക്യത്തിൽ അവൻ ഹല്ലേലൂയ ചുമക്കാമെന്ന് വിളിച്ചത്.
ആമേൻ ഹല്ലേലൂയ. ആമേൻ സങ്കീർത്തനക്കാരൻ 136 അവസാന ഭാഗ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഹല്ലേലൂയ? ഇന്ന് ഈ വൈകുന്നേര സമയത്ത് താഴ്മയോടെ ആമേൻ അത് സ്വയം താഴ്ത്തിക്കൊണ്ട് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ദൈവം എപ്പോഴും നല്ലവനാണ്. ഹല്ലേലൂയ. വിശ്വസ്തനാണ്, വാക്കുമാറാത്ത ദൈവമാണ്. ആമേൻ. അങ്ങനെയെങ്കിലും വിശ്വാസം വയ്ക്കാം. കരുണാസമ്പന്നനും നിശ്ചയ നീതിമാനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് ഈ വൈകുന്നേര സമയത്ത് ദൈവത്തിൻ്റെ പാദപ്പെടുത്തുന്നതിലായിരിക്കുന്നുണ്ട്. ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. മാനുഷികമായ വാക്കുകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെ, താഴ്ചകളെ, വീഴ്ചകളെ അവൻ ചുങ്കക്കാരനെ പോലെ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ അകർത്യങ്ങളോ ബലഹീനതകളോ ഒരിക്കലും ഇന്നത്തെ ദൈവവചനത്തെ എനിക്ക് തടസ്സമാധിക്കരുത്. ദൈവകൃപയിൽ മറച്ചാട്ടെ, നമ്മുടെ ക്രൂശിൻ്റെ മറവിൽ മറച്ചാട്ടെ. സകലമാനമ്പ കുറിച്ച് അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വളരെ ചുരുങ്ങിയ സമയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്കിലും ആമേൻ ദൈവം തന്ന അവസരങ്ങൾ ദൈവവചന ചിന്തയിൽ നിന്നും കൂടെ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാ ദിവസവും ആമേൻ വചനം കേൾവി കേട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാൻ ഇന്ന് പറയുന്നത് പോലെ, എപ്പോഴും പറയുന്നത് പോലെ ദൈവവചനത്തിൽ നിന്ന് പറയുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂമി മാറും. ആമേൻ. എന്നാൽ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഹല്ലേലൂയ. അതുമാത്രമല്ല ആമേൻ പുല്ലുണങ്ങും, പൂവാടും. ആമേൻ. ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ആമേൻ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും എന്നേക്കും നിലനിൽക്കുന്ന നിത്യ വചനത്തിന് ഒരു മാറ്റവുമില്ല. എന്നാൽ നമുക്ക് ദൈവം തരുന്ന ചിന്തകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ വചനം നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, പ്രത്യേകമായി ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയത്തില്ലായിരിക്കും എന്ന വചനത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി, നിങ്ങളുടെ ആവശ്യബോധം മനസ്സിലാക്കി സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നവർ ദൈവജനത്തിൽ ദൈവം സംസാരിക്കണമെന്ന് ആഗ്രഹത്തോടെ ഒരു നിമിഷമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവജനത്തിൽ അമ്മ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വേഗത്തിൽ നമ്മുടെ ചിന്തയെ മറ്റ് ദൈവജന ചിന്തയിലേക്ക് കൊണ്ടുവരാം. ആമേൻ. ഹല്ലേലൂയ. അല്പസമയ ചിന്തയ്ക്കായി ഹല്ലേലൂയ നമുക്കൊരു വചനം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം, വൈദ്യനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ് പ്രധാനമായും ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. താഴ്മ ധരിക്കുക, താഴുക എന്നുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയായിരിക്കും ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെ അല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വേദവചനത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് ദൈവിക ചിന്തകൾ, ദൈവിക വചനത്തിൻ്റെ തൂതുകൾ, ആഴമേറിയ ചിന്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നെക്കാളും വചന പാണ്ഡിത്യമുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ അല്പസമയം ദൈവം എനിക്ക് തന്ന ചിന്തകൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ച് ബാക്കുകൾക്ക് വിരാമം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഈ വചനത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതമായതാണെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം 4 സുവിശേഷങ്ങൾ നമുക്കറിയാം. എല്ലാം ഒന്നിനൊന്നായി മെച്ചമുള്ള അല്ലെങ്കിൽ ഒന്നിനൊന്ന് ഒരുപോലെ ആണെങ്കിൽ പോലും പലതരത്തിലുള്ള അവരുടെ ചിന്താവീക്ഷണത്തിലൂടെ ദൈവികമായ അനുഭവത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയുകയും യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ, സുവിശേഷങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളൊക്കെ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവത്തിൻ്റെ ശിഷ്യന്മാർ എഴുതപ്പെട്ട സുവിശേഷങ്ങളാണിതെല്ലാം. ഹല്ലേലൂയ. എല്ലാത്തിനും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നു. യേശു ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകനെ കുറിച്ച്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച്, തൻ്റെതായ ജനനത്തെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചും ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും ഒക്കെ എല്ലാ സുവിശേഷങ്ങളിലും സംസാരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. പറയട്ടെ, അങ്ങനെ സുവിശേഷങ്ങൾ നമുക്ക് ഒരുപാട് അറിയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. ദൈവവചന ചിന്തകളൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാ സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ മത്തായി, ലൂക്കോസ്, മർക്കോസ് എന്നുള്ള സുവിശേഷങ്ങളിലൊക്കെ
ഒരുപാട് ഉപമകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ദൈവജനത്തോട് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ ഉപമകളിൽ ഒന്നാണ് ഉപമകളിലെ ഒരു വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് 14-ാം വാക്യം വരെ വരുമ്പോൾ 2 ഉപമകളിലൂടെയാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഇത് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കണേ. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നോക്കണേ, അവിടെ പ്രാർത്ഥനയെ കുറിച്ചൊരു ഉപമയെ പറഞ്ഞിട്ട് മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ വ്യക്തികളെ കുറിച്ച് 1-2 വ്യക്തികൾ ഉദാഹരണമായി ഉപമയായിട്ട് യേശു ക്രിസ്തുവിനെ പറഞ്ഞു. ആദ്യത്തെ ഉപമ നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അതിന്റെ 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ തുടങ്ങുന്നു. അവൻ അവരോട് ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. നോക്കണേ, അവിടെ പറയുന്നത് ഒരു ന്യായാധിപനെ കുറിച്ചും ഒരു വിധവയെ കുറിച്ചുമാണ് അവിടെ പറയുന്നത്. വിധവയുടെയും ന്യായാധിപന്റെയും ക്വാളിറ്റി കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയമില്ല, മനുഷ്യന് ശങ്കയുമില്ല. അങ്ങനെ ഒരു ന്യായാധിപൻ ഒരു വിധവ തൻ്റെ ആവശ്യത്തിന് വേണ്ടി നിരന്തരം അനീതിയുള്ള അല്ലെങ്കിൽ ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യന് ശങ്കയില്ലാത്ത ന്യായാധിപനെ ദിനംതോറും പോയി ശല്യപ്പെടുത്തുക അല്ല, തൻ്റെ ആവശ്യം പറഞ്ഞ് തൻ്റെ ആവശ്യം നടത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്ന ഒരു വിധവയെക്കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ മനുഷ്യന് ശങ്കയില്ലാത്ത ദൈവത്തെ ഭയമില്ലാത്ത ന്യായാധിപൻ ന്യായാധിപന്റെ അടുക്കൽ പോയി തന്നോട് ആവശ്യം പറയുന്ന നിരന്തരം ശല്യപ്പെടുത്തുന്നു എന്ന് തനിക്ക് തോന്നിയ ആ സഹോദരിയുടെ ആവശ്യം കാരണം ഒരു ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യന് ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രതിക്രിയ നടത്തി തന്നെ രക്ഷിക്കുന്നതായിട്ട് അവിടെ കാണാൻ കഴിയുന്നു. എന്നിട്ട് ആ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു അനീതിയുള്ള ന്യായാധിപൻ തന്റെ വിധവയുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നുവെങ്കിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അവിടെ കാണാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യന് ശങ്കയില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവ ദിനംതോറും ശല്യപ്പെടുത്തുന്നത് കാരണം തനിക്ക് വേണ്ടി ഒരു പ്രതിക്രിയ നടത്തി കൊടുത്ത ഒരു ന്യായാധിപനെ കുറിച്ച് ഉപമ പറയുന്നു. എന്നാൽ ദൈവം അങ്ങനെ അനീതിയുള്ളൊരു ന്യായാധിപനല്ല. ദൈവം ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്ന ഒരു ദൈവമല്ല, മറുപടി തരുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് നേരത്തും അടുത്തു ചെല്ലാൻ കഴിയുന്ന, ഏത് നേരത്തും സന്നിധാനത്തിൽ ചെന്നെത്താൻ കഴിയുന്ന ഒരു നല്ലൊരു ന്യായാധിപൻ, നീതിയുള്ളൊരു ന്യായാധിപൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടിയുണ്ട്. അതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതിൽ നിന്നൊരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ ചിന്ത അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്, ഈ ന്യായാധിപന്റെ സ്വഭാവവും അല്ലെങ്കിൽ ഈ വിധവയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ചിന്തയാണ് ഞാൻ പറയുന്നത്. വചനത്തിലില്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന് ശങ്കയില്ല, ദൈവത്തെ ഭയമില്ലാത്ത ന്യായാധിപനോട് നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ദൈവത്തെ ഭയം നമുക്ക് കാണത്തില്ല, മനുഷ്യന് ശങ്കയുമില്ല, എന്ത് വേണമെങ്കിലും ആരുടെ മുഖത്ത് നോക്കുവാണെങ്കിലും പിടിച്ചു പറയും എന്ന് പറഞ്ഞാൽ ഒരു കൂസലുമില്ലാതെ ഒരു നാണവുമില്ലാതെ മനുഷ്യന് ശങ്കയില്ലാതെ പ്രതികരിക്കും നമ്മുടേതായ നമ്മുടേതായ ജീവിതത്തിലെ അനുഭവം. എന്നാൽ അവിടെ വിധവയെക്കുറിച്ച് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, തൻ്റെ ഭക്തന്മാരോട് ദിനംതോറും രാപ്പകലും രാവും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കണം, ദൈവത്തോട് നിലവിളിക്കണം, ആവശ്യങ്ങൾ പറയണം, ദൈവസന്നിധിയിൽ കടന്നു വരണമെന്ന് ഹല്ലേലൂയ ഓരോ പ്രവാചകന്മാരിലൂടെയും പാസ്റ്റർമാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയൊക്കെ നമ്മളോട് അറിയിക്കുമ്പോൾ നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ആ ശല്യം കാരണം നമ്മൾ ഈ ന്യായാധിപനെ പോലെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ എന്നെ ചിന്തിപ്പിച്ച ചിന്ത. പലപ്പോഴും നമ്മൾ ഈ അനീതിയുള്ള ന്യായാധിപനെ പോലെ ദൈവത്തെ ഭയമില്ലാത്തവനായി മനുഷ്യന് ശങ്കയില്ലാത്തവനായി തീരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോലും തയ്യാറാകാതെ ദൈവത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആ വൃതൻ രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കണമെന്നുള്ളതാണ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. എന്ന് പറയുന്നത് ദൈവത്തിന് സന്നിധിയിൽ രാവും പകലും രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ നിലവിളിക്കാൻ ഏത് സമയത്ത് പോയാലും നിലവിളി കേട്ട് നമ്മുടെ വിഷയത്തിന് പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന നല്ലൊരു ന്യായാധിപൻ
നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നോക്കണേ, ആ ആദ്യത്തെ ഉപമ യേശു പറയുന്നത് പ്രാർത്ഥനയുമായി താരതമ്യപ്പെടുത്തിയാണ്. രണ്ടാമത്തെ ഉപമയിൽ കടന്നു വരുമ്പോഴും യേശു പറയുന്നത് പ്രാർത്ഥനയിലാണ്. കാരണം ഒന്നാമത് തുടങ്ങിയത് എന്നെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്, അല്ലെ? അപ്പോൾ അങ്ങനെ രണ്ടാമത്തേൽ വരുമ്പോൾ അവിടെ പറയുന്ന രണ്ട് വ്യക്തികളുടെ ജീവിതാനുഭവം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ദൈവസന്നിധിയിൽ ആലയത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന അവരുടേതായ പ്രാർത്ഥന ശൈലിയെക്കുറിച്ച് അവിടെ പറയുന്നതായിട്ട് കാണാൻ കഴിയും. നോക്കണേ, അവിടെ രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് പരീശൻ, രണ്ട് ചുങ്കക്കാരൻ. രണ്ടുപേരെ നമുക്ക് നന്നായിട്ട് അറിയാം. യഹൂദ സമൂഹത്തിൽ വളരെ പ്രശസ്തിയേറിയ അല്ലെങ്കിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന വളരെ യഹൂദ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരോട് സദൂക്യന്മാരോടൊക്കെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തികളാണ് ഈ പരീശൻ എന്നൊക്കെ പറയുന്നത്. വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ പറയാം കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ദൈവജനം അനുസരിക്കുകയും ദൈവസന്നിധിയിൽ ഉപവാസമൊക്കെ എടുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പതാരവും ദശാംശവും കിട്ടുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കുന്ന വ്യക്തികളാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും യേശു ക്രിസ്തുവിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു വേറെ വിഷയമാണ്, അതിലൂടെ കടക്കുന്നില്ല. പരീശന്മാരെന്ന് പറയുന്നത് അവിടെ പറയുന്നുണ്ട്, രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ ആലയത്തിൽ കടന്നുപോയി. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ രണ്ട് വ്യക്തികൾ കടന്നുപോയി. ഒരു വ്യക്തിയുടെ ഗുണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? പരീശൻ ദേവാലയത്തിൽ കടന്നു വന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നത് നീതീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് താൻ കടന്നു വന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിങ്കിൽ നിന്ന് നീതി പ്രാപിച്ച് കടന്നു പോകാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നീതി പ്രാപിക്കാൻ വന്ന് പ്രാർത്ഥിക്കേണ്ട വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നതിനു ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നീതീകരിക്കുന്നതായിട്ട് അവിടെ കാണാൻ കഴിയും. നോക്കണേ, പരീക്ഷനെ കുറിച്ച് യേശു ക്രിസ്തു അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. തന്റെ പ്രാർത്ഥന ശൈലി ഇങ്ങനെയാണ്. ഹല്ലേലൂയ. 11-ാം വാക്യം 18-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. പരീക്ഷയുടെ പ്രാർത്ഥനയാണ്. ശ്രദ്ധിച്ചു നോക്കണേ. പരീക്ഷ നിന്നുകൊണ്ട് ദൈവത്തോട് വിളിക്കും, ദൈവമേ പിടിച്ചു പറിക്കാൻ നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്നവിടെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പരീശൻ തന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ തന്നെ കൂടെ നിൽക്കുന്ന, തന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്ന കൂട്ടു പ്രാർത്ഥനക്കാരൻ അല്ലെങ്കിൽ കൂട്ടു സഹോദരൻ എന്ന് പറയാം. പക്ഷേ അങ്ങനെ യഹൂദന്മാരുടെ കോണ്ടസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യം വെച്ച് നമുക്കത് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടേതായ സാഹചര്യം വരുമ്പോൾ ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മുടെ കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരിക, ദൈവത്തെ നിലവിളിക്കാൻ കടന്നു വരുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കിയാൽ മതി. യഹൂദന്മാരുടെ സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ പരീശന്മാരെന്ന് പറയുന്നത് അവർ നല്ല അല്ലെങ്കിൽ പുണ്യവാന്മാരെ നീതിമാന്മാരായൊക്കെയാണ് അവരവിടെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അവിടെ ചുങ്കക്കാരനെ അനുഭവം വരുമ്പോൾ ചുങ്കക്കാരനെയും അല്ലെങ്കിൽ വ്യഭിചാരികൾ അങ്ങനെയുള്ളവരെയൊക്കെ അവർ പാപികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ശമരിയക്കാരൊക്കെ പാപികളായിട്ട് അവരോട് അടുത്ത് പോയി സംസാരിക്കുവാനോ ഇടപെടുവാനോ അവരോടൊരു നല്ല ബന്ധം പുലർത്തുവാനോ പാടില്ലെന്നുള്ള പറയുന്ന സാഹചര്യം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ആ സമയത്തുള്ളത്. എന്നാൽ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരെ ഈ ചുങ്കക്കാരനെ പാപികളായിട്ട് കണക്കാക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് മറ്റുള്ള പാപികളെ പോലെ അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാകിയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നോക്കണേ, തന്റെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ സന്നിധി, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കടന്നു വന്ന വ്യക്തി തന്നെത്താൻ തന്നെ നീതീകരിക്കപ്പെടുന്നവരായിട്ട് അല്ലെങ്കിൽ നീതീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ദൈവമക്കളെ, നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടേതായ പ്രാർത്ഥന ശൈലികൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കണേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ തന്നെ സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണോ, അതോ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരെ അവരുടേതായ താഴ്ചയും വീഴ്ചകളൊക്കെ കണ്ട് അവരെ പോലെ അല്ലാതെ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്നത് ഒരു പരിശോധന ആവശ്യമാണ്. പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് കടന്നു വന്ന വ്യക്തി തന്നെ നീതീകരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് നീതിമാനെന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത്. അല്ലെങ്കിൽ ദൈവമാണ് പറയേണ്ടത് നീയാണ് നീതിമാനെന്ന് ദൈവമാണ് പറയേണ്ടത്. തന്നെത്താൻ നീതിമാനെന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന് ഒരു റോളുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും ഉള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ താഴ്ത്തുവാൻ നമ്മൾ തയ്യാറായി തീരണം. നമ്മളെ തന്നെ ഉയർത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധി താഴ്മയില്ലാതെ താഴാനുള്ള മനമില്ലാതെ
മനസ്സില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയില്ലാത്ത പ്രാർത്ഥനകളാണ്. ഇന്നു മുതൽ അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ താഴ്മയില്ലാത്തവർ അല്ലെങ്കിൽ താഴ്വാൻ കഴിയാതിരിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ സമയം തീരുമാനം എടുക്കാൻ കഴിയട്ടെ. എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴെങ്കിലും താഴുവാൻ കഴിയാതെ, ദൈവസന്നിധി താഴ്ത്തുവാൻ കഴിയാതെ എപ്പോഴെങ്കിലും ഞാൻ എന്നെ തന്നെ ഞാൻ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് പറയാമോ? നോക്കണേ, പരീക്ഷന്റെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ. ഈ ചുങ്കക്കാരന്റെ പരീക്ഷന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടായിരിക്കുക. ഹല്ലേലൂയ. ദൈവാലയത്തിന്റെ അടുത്തേക്ക് ഈ പരീക്ഷൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ ദൈവാലയത്തിന് അടുത്ത് പോലും പോകാൻ കഴിയാതെ അല്ലെങ്കിൽ പോകാൻ താൻ മനസ്സ് വെക്കാതെ തന്നെ ഒന്ന് താഴ്ത്തി താൻ പ്രാർത്ഥിക്കുന്നു. താൻ പറയുന്ന ഒരു വാചകം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത വാചകമാണ്. ചുങ്കക്കാരൻ പറയുന്നു, അല്ലയോ ദൈവമേ, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ദൈവമക്കൾ എത്ര പേർക്ക് പറയാൻ കഴിയോ? താൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞാൻ പാപിയാണെന്നും താഴ്ചയുള്ളവനാണെന്നും വീഴ്ച വന്നുപോയവനാണെന്നും നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ടൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ താഴ്ചയുള്ളവനാണെന്ന് അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് എത്ര പേർക്കൊന്ന് ദൈവസന്നിധി താഴ്ത്തുവാൻ കഴിയും? ഹല്ലേലൂയ. തന്നെ താൻ താഴ്ത്തുന്നവരെയൊക്കെ ഉയർത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവോട് പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ടുപേർ നീതീകരിക്കപ്പെടുവാൻ ദൈവാലയത്തിൽ കടന്നു വന്നു. ഒരുത്തന്റെ പ്രാർത്ഥന തന്നെ നീതീകരിച്ച് കാണിച്ച് പ്രാർത്ഥിച്ച്, എന്നാൽ ദൈവസന്നിധി നീതീകരിക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തി വെറും കൈയോടെ മടങ്ങിപ്പോയി. ദൈവം അവനെ നീതീകരിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ തന്നെ താൻ താഴ്ത്തിയ വ്യക്തിയെ ചുങ്കക്കാരനെ ദൈവം, സർവശക്തനായ ദൈവം അവിടെ തന്നെ ഉയർത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. മക്കളെ, പ്രാർത്ഥനയിൽ തന്നെ താൻ താഴ്ത്തുന്നവരായി തീരണം, താഴ്മയുള്ള ഹൃദയമുള്ളവരായി തീരണം. നോക്കണേ, ഒരിക്കൽ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നു, മോശയോ സൗമ്യനായ വ്യക്തിയായിരുന്നു എന്ന് വചനത്തിൽ ദൈവം പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. മോശ സൗമ്യനായ, ഹംബിൾ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നിട്ടുണ്ട്, താഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാൻ താൻ തയ്യാറായിട്ടുണ്ട്. സൗമ്യതയോടെ ജീവിക്കാൻ താൻ തയ്യാറായി. ഹല്ലേലൂയ. ഹീസ് ഹംബിൾ പേഴ്സൺ. താഴ്ന്ന ഹൃദയമുള്ള വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എപ്പോഴാണ് താഴ്മ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ദൈവത്തിൻ്റെതായ എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് തന്നെ താഴുന്നൊരു മനോഭാവം തന്നെ ഉണ്ടായത്. തന്നെ താഴ്ത്തി സൗമ്യതയോടെ ജീവിക്കുന്ന ഒരു അനുഭവം കടന്നു വന്നത്. ഒരിക്കൽ മിരിയാമും ഹല്ലേലൂയ അഹരോനും കൂടെ കൂശ്യ സ്ത്രീയെ മോശ കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു എന്നുള്ള കാരണത്താൽ ദൈവതുല്യമായി കാണുന്ന ഇസ്രായേൽ ജനത്തിൽ കാണപ്പെട്ട ദൈവമായി തീർന്ന മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, മിരിയാം തന്റെ സഹോദരിക്ക് കുഷ്ഠരോഗം എന്ന പാളയത്തിന് പുറത്താക്കിയെന്ന് അവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മ ഉണ്ടായിരുന്ന മോശ എന്ത് ചെയ്തെന്ന് അറിയട്ടെ. ഹല്ലേലൂയ. തന്റെ സഹോദരനെ അല്ലെങ്കിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന നേതാവിനെതിരെ സഹോദരി പിറുപിറുത്തു എന്നുള്ള കാരണത്താൽ ഹല്ലേലൂയ, ദൈവം അവളെ ശിക്ഷിച്ചപ്പോൾ സൗമ്യതയുള്ള മോശ ചെയ്തതെന്തെന്ന് അറിയട്ടെ. ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തോട് മധ്യസ്ഥത ചെയ്തു, ദൈവത്തോട് അപേക്ഷിക്കാൻ തയ്യാറായി. ദൈവമേ, സഹോദരി ചെയ്ത് തെറ്റ് മനസ്സ് വയ്ക്കരുത്, അല്ലെങ്കിൽ അവളോടൊന്ന് ക്ഷമിക്കണമേ, സഹോദരിയോടൊന്ന് ക്ഷമിക്കണമെന്ന് താൻ പ്രാർത്ഥിക്കാനിടയായി. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയോ? മോശയെ പോലെ സൗമ്യതയുള്ളവരായി, താഴ്ന്ന ഹൃദയമുള്ളവരായി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവസന്നിധിയിൽ? നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ താഴ്ചയുള്ളവരായിരിക്കാം, തെറ്റുള്ളവരായിരിക്കാം, അറിവുകളൊക്കെ വന്നുപോയവരായിരിക്കാം, ദൈവത്തിൻ സന്നിധിയിൽ കടന്നു വരുന്നതിന് മുൻപൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരായിരിക്കും. എന്നാൽ അവരുടെ തെറ്റുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, അവരെ കുറ്റം പറഞ്ഞ് നടക്കുകയോ ചെയ്യാതെ അവരുടേതായ തെറ്റുകൾക്ക് അവരുടെ ജീവിതത്തിൽ വന്നു പോയ ബലഹീനതകളൊക്കെ ക്ഷമിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവരുടേതായ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കളെ? ഹല്ലേലൂയ. മോശ സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു. തന്റെ സൗമ്യതയോടുകൂടി പ്രാർത്ഥന കൊണ്ട് തന്റെ സഹോദരിക്ക് നീക്കുപോക്ക് ദൈവം നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കൽ യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ ശതാധിപനായ വ്യക്തി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ ബാല്യക്കാരന് ഹല്ലേലൂയ സുഖമില്ലാതെ കിടക്കുന്നു, അങ്ങ് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ 100 ബാല്യക്കാരനുള്ള 100 ബാല്യക്കാരുള്ള ഈ ശതാധിപൻ നോക്കണേ, തന്റേതായ താഴ്മ നോക്കണേ. 100 പേര് അല്ലെങ്കിൽ തന്റെ കീഴിൽ 100 വേലക്കാരൻ അല്ലെങ്കിൽ ദാസന്മാരുണ്ടായിട്ട് അതിലൊരാളെ അയച്ച് യേശു ക്രിസ്തുവിനെ ക്ഷണിക്കാതെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് ആവശ്യം പറയാതെ തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് 100 പേരെ വേലക്കാരായിട്ട് അയക്കാതെ സ്വയം താൻ കടന്ന് നേരിട്ട്
കടന്നുപോയി യേശു ക്രിസ്തുവിനോട് തന്റെ അധികാരം മനസ്സിലാക്കിയ ന്യായാധിപൻ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നു. ന്യായാധിപന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഹല്ലേലൂയ യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ അധികാരം മനസ്സിലാക്കി താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് എന്റെ പുരയ്ക്കകത്ത് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. നോക്കണേ, ദാസന്മാരുള്ള ബാല്യക്കാരുള്ള ഒരു ശതാധിപന്റെ വീട് പുരയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഹല്ലേലൂയ എന്തുമാത്രം ധനാഢ്യനായിരിക്കും, എന്തുമാത്രം സമ്പത്തുള്ള വ്യക്തിയായിരിക്കും. എന്ന ദൈവത്തിന്റെ സന്നിധി, യേശു ക്രിസ്തുവിന്റെ സന്നിധി സാക്ഷാൽ ദൈവമായി, സത്യ നിത്യ ദൈവമായി യേശു ക്രിസ്തുവിന്റെ മുൻപിൽ കടന്നു വന്ന് തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് പറയുന്ന വാചകമുണ്ട്, ഹല്ലേലൂയ എന്റെ പുരയ്ക്കകത്ത് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ എത്ര പേർക്ക് ശതാധിപനെ പോലെ താഴ്ത്തുവാൻ കഴിയും? ഹല്ലേലൂയ തന്നെ താൻ താഴ്ത്തുക എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മളെ മാത്രം കാണിച്ചതും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടേതായ ആത്മജീവിതത്തിന്റെ വഴി കാണിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തു തന്നെയാണ്. ഫിലിപ്പിയർക്ക് 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചു കൊള്ളാതെ ദാസനായി, വേഷത്തിന് മനുഷ്യനായി ദാസരൂപമെടുത്ത് ഹല്ലേലൂയ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെ താൻ താഴ്ത്തിയ ദൈവത്തെ കാണാൻ കഴിയുന്നു. യേശു ക്രിസ്തു നമ്മുടേതായ വാഴ്ത്തപ്പെട്ട ക്രിസ്തു, നമ്മുടേതായ രക്ഷകൻ, നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ യേശു ക്രിസ്തുവാണ് നമ്മളെ താഴ്മയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. താൻ ക്രൂശിലെ മരണത്തോളം വരെ താഴ്ത്തിയത് കൊണ്ടാണ് ഹല്ലേലൂയ സർവ്വനാമത്തിന് മേലായ നാമം നൽകി ദൈവം സർവശക്തനെ ഉയർത്തിയത്. അതുകൊണ്ട് വചനം ഇങ്ങനെ വിളിച്ച് പറയുന്നു, ഫിലിപ്പിയർക്ക് 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മറങ്ങും സർവ്വനാമം കർത്താവെന്ന് ഏറ്റു പറയോ. അങ്ങനെയെങ്കിൽ തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്, താഴ്മയുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സർവ്വനാമത്തിന് മേലായ നാമം നൽകി ഉയർത്തതോ. രാജാവും കർത്താവുമായി ഉയർത്തിയതെങ്കിൽ ദൈവമക്കളെ നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ താഴണം, പ്രാർത്ഥനയിൽ മാത്രമല്ല ആത്മജീവിതത്തിൽ എത്രത്തോളം നമ്മൾ താഴണമെന്ന് ഒരു നിമിഷം ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ പത്രോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ 1 പത്രോസ് ലേഖനം ഇങ്ങനെ വചനം പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്റെ വാക്കുകൾ ഗ്രാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 5 മുതൽ വാക്യം ഇങ്ങനെ പറയുന്നു, മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും അന്യോന്യം കീഴടങ്ങി കീഴടങ്ങുവിൻ, എല്ലാവരും അന്യോന്യം കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അടുത്ത് താൻ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അങ്ങനെയെങ്കിൽ ആർക്കാണ് ദൈവത്തിന്റെ കൃപ പകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ താഴ്ന്നൊരു വ്യക്തിക്കാണ് ദൈവത്തിന്റെ കൃപ ദൈവം നൽകുന്നത്. അത് കഴിഞ്ഞ് വചനം പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തണമോ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ദൈവം നടത്തി തരണമോ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ഹല്ലേലൂയ ബലമുള്ള ഭുജത്തിൻ കീഴിൽ ഒന്ന് താണിരിക്കുവാൻ തയ്യാറാക്കണം, തന്നെ താഴ്ത്തുവാൻ തയ്യാറാക്കണം. അപ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടാം. സർവശക്തനായ ദൈവം നമ്മൾ ഉയർത്തുവാനിടയായി തീരും. അതിന് പറയുന്നു, അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ കടന്നുപോയി. ദൈവാലയത്തിൽ കടന്നുപോയി. ഒരുവൻ താഴ്മയില്ലാതെ തന്നെ താൻ താഴ്ത്തുവാൻ കഴിയാതെ തന്നെ താൻ ഉയർത്തിക്കൊണ്ട് താൻ പ്രാർത്ഥിച്ചു. എന്നാൽ താൻ നീതീകരിക്കപ്പെടാതെ മടങ്ങിപ്പോയി. എന്നാൽ തന്നെ താൻ താഴ്ത്തി പാപിയെ ഏറ്റു പറഞ്ഞ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് തന്നെ താൻ താഴ്ത്തി എന്നുള്ള കാരണത്താൽ തന്നെ ഉയർത്തുവാനിടയായ ദൈവത്തെ ഓർക്കാമോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ ആത്മജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ യാത്രകളിലോ നമ്മുടെ മാതൃകാ പുരുഷനായ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ താൻ ജീവിതത്തിലും പ്രാർത്ഥനയിലോ താഴുവാൻ കഴിയുന്ന മനോഭാവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടങ്ങി പ്രാർത്ഥന. കരുണാസമ്പന്നനും നിത്യനുഗീതമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് വൈകുന്നേരം സമയം അങ്ങയുടെ ഭാഗത്ത് ഞങ്ങൾ കടന്നു വരുന്നു. അല്പസമയം ആയിരിക്കുവാൻ ദൈവം അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട എല്ലാ വ്യക്തികളെയും ദൈവം ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. ഈ വചനം ദൈവത്തിന് പ്രവർത്തിച്ച് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയവുമായി വീട് സംസാരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടണം. അവരെല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരവിനായി ഞങ്ങൾ ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. സർവ്വമാന പുകഴ്ച അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ മീറ്റിംഗിൽ ക്ഷണിച്ച പ്രിയപ്പെട്ട റോസിൻ ആൻറ്റിയോട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. എന്നെ ഹല്ലേലൂയ ശ്രദ്ധയോടെ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്ത ദൈവജനം സ്വീകരിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി വരുക. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക്സ്.